എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പുതുതായി ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വരുന്നതാണ്. കൂട്ടത്തിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന യൂസ്ഫുള്ളായ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ഇന്ന് ഞങ്ങളുടെ ഷോപ്പിൽ ഒരു 4x4 വെഹിക്കിൾ താറ് വന്നായിരുന്നു. കസ്റ്റമർ പറഞ്ഞു കംപ്ലയിൻറ്റ് എന്താണെന്ന് അറിയില്ല, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ മെക്കാനിക്ക് കയറി ചെക്ക് ചെയ്തു. പിന്നെ ഒരു ചെക്ക് ചെയ്തപ്പം ക്ലച്ച് കംപ്ലയിൻ്റ് ആണ്. കൂട്ടത്തിൽ കയറ്റം കയറുമ്പം വലിയ കുറവാണെന്ന് ആദ്യമേ കസ്റ്റമർ പറയുകയും ചെയ്തായിരുന്നു. ചെക്ക് ചെയ്തു, കംപ്ലയിൻറ്റ് ക്ലച്ചിനാണെന്ന് പറഞ്ഞു. നോക്കുമ്പം ഒരു കാര്യം കൂടെ അതിൽ മെക്കാനിക്ക് ശ്രദ്ധിച്ചു. എന്താണെന്നറിയാമോ, അത് വണ്ടി ജസ്റ്റ് 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഈ 20,000 കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ ക്ലച്ച് കംപ്ലൈൻ്റായി. അതെന്തുകൊണ്ടാണ് അറിയില്ല. ഒന്നെങ്കിൽ വണ്ടിയുടെ കംപ്ലൈൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അത് കസ്റ്റമറിൻ്റെ ഉപയോഗത്തിൻ്റെ ആയിരിക്കാം. ആർക്കറിയാമല്ലേ ഇത് വണ്ടിയുടെ കംപ്ലൈൻ്റ് ആണോ അല്ലെ കസ്റ്റമറിൻ്റെ കംപ്ലൈൻ്റ് ആണോന്ന്. അതൊക്കെ പോട്ടെ, നമുക്ക് പിന്നെ നമ്മുടെ ജോലി ചെയ്താൽ പോരെ. ഇതിപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നില്ലേ, ഇതൊക്കെ എന്താ ഞങ്ങളുടെ മെക്കാനിക്സ് ഷോപ്പിൽ എല്ലാവരും കൂടെ ആ ഗിയർ ബോക്സ് അഴിച്ചിട്ടാണ് ക്ലച്ച് മാറ്റുന്നത്. കാരണം സാധാ വണ്ടിയുടെ പോലെയല്ല, അത് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ള ഗിയർ ബോക്സ് ആണ്. അത് മാറ്റിയിട്ട് വേണം ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് ഓരോന്നോരോന്നായി ചെയ്യുന്നതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. അത്രയും എഫേർട്ട് എടുത്ത് അവരത് ചെയ്തു. ക്ലച്ച് മാറി, കംപ്ലൈൻറ്റും മാറി. അങ്ങനെ നമ്മൾ താറിൻ്റെ ഗിയർ ബോക്സ് ഇറക്കി. പ്രഷർ പ്ലേറ്റും ക്ലച്ചിൻ്റെ അവസ്ഥ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രഷർ പ്ലേറ്റ് വരുന്നത്. ഇതുണ്ടോ, ചൂടായിട്ട് കണ്ടോ,
കളറിന് ചേഞ്ച് കണ്ടോ, കളർ ചേഞ്ച് കണ്ടോ വന്നിരിക്കുന്നത്. അതേപോലെ ക്ലച്ച് കാണിച്ചു തരാം. ഉണ്ടോ, ക്ലച്ച് തീർന്നിട്ട് കണ്ടോ, പറ്റ തീർന്നായിരുന്നു. ഇനി ഒരു കുറച്ചും കൂടെ ഒട്ടും വണ്ടി നീങ്ങാത്ത അവസ്ഥയിലേക്ക് വരും. പിന്നെ രണ്ട് സൈഡിൽ നിന്ന് കണ്ടോ ഇതേപോലെ ആയിപ്പോയി. അതേപോലെ തന്നെ റിലീസ് ബെയറിങ്ങും പറ്റ കംപ്ലൈൻ്റ് ആയിപ്പോയായിരുന്നു. ഇതാണ് റിലീസ് ബെയറിങ് വരുന്നത് കാറിൻ്റെ. അതേപോലെ തന്നെ 4x4 ആണ് കാറ്, 4x4 ആണ്. ഗിയർ ബോക്സ് കണ്ടോ, ഒരു മിനിറ്റ് കാണിച്ചു തരാം. വെട്ടം കുറവായിരിക്കും, അതുകൊണ്ടാണ്. കണ്ടോ, നല്ല വലിപ്പമുണ്ട്, പക്ഷെ നല്ല വെയിറ്റും ഉണ്ട്. അതുകൊണ്ടാണ് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, നല്ല വെയിറ്റ് വരുന്നത് കൊണ്ട്. അതുപോലെ തന്നെ സ്ഥലം വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഫ്രെയിം വരുന്നതുകൊണ്ട് ഗിയർ ബോക്സ് ഇറങ്ങി വരാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കറക്റ്റ് അല്ലെങ്കിൽ ഈ ഫ്രെയിം വരുന്നത് കൊണ്ട് നമുക്ക് ഇറക്കാൻ പറ്റില്ല, അതെപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇതെല്ലാം ഇനി ക്ലീൻ ആക്കണം, വൃത്തിയാക്കാനുണ്ട്. ഫ്ലൈ വീൽ അസംബ്ലി കേട്ടോ, എല്ലാം വൃത്തിയാക്കാനുണ്ട്. എല്ലാം ക്ലീനാക്കി മൊത്തം ഫുള്ളായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം നമുക്ക്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇത് വേറൊരു സ്ഥലത്ത് പോയപ്പം അവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലച്ച് സിലിണ്ടർ മാറിയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവുമെന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഇതാ പുതിയ ക്ലച്ച് സിലിണ്ടർ അവർ മാറിയിട്ടു. എന്നിട്ടും കംപ്ലൈൻറ്റ് കറക്റ്റ് ആയിട്ടില്ല. അങ്ങനെ വന്നതാണ് വണ്ടി ഇവിടെ. അപ്പോൾ നമ്മൾ ക്ലച്ച് പുതിയത് വന്നിട്ട് ഞങ്ങൾ ഫിറ്റാക്കി ഗിയർ ബോക്സും കൂടെ കയറ്റണം. നല്ല വെയിറ്റ് ഉണ്ട് എന്തായാലും. ഫോർ വീൽ ഡ്രൈവ് വരുന്നുണ്ട്. 4 വീൽ ഡ്രൈവ് ഇല്ലെങ്കിൽ അത് സിമ്പിളായിട്ട് നമുക്ക് 2 പേർക്ക് സിമ്പിളായിട്ട് ഇറക്കി കയറ്റാവുന്നതാണ്. 4 വീൽ വരുന്നത് കൊണ്ട് ഗിയർ ബോക്സ് കുറച്ച് വലിപ്പം കൂടുതലാണ്, വലുതാണ്. സെറ്റപ്പ് ആക്കിയിട്ട് നല്ല പിന്നെ പുതിയ ക്ലച്ച് അസംബ്ലി, റിലീസ് ബെയറിങ്ങും പ്രഷർ പ്ലേറ്റും വരുന്നുണ്ട്. ക്ലിയറാക്കി നമുക്ക് ഇട്ട് കൊടുക്കണം. ഇന്ന് തന്നെ വണ്ടി വിടുകയും വേണം. അങ്ങനെ നമുക്ക് പിന്നെ താറിൻ്റെ പുതിയ ക്ലച്ച് ഡിസ്കും പിന്നെ പുതിയ പ്രഷർ പ്ലേറ്റും പുതിയ റിലീസ് ബെയറിങ്ങും കിട്ടി. അപ്പം അങ്ങനെ ഞങ്ങൾ സെറ്റാക്കുകയാണ്. ഫുള്ള് നല്ലതുപോലെ ഫുള്ളായിട്ട് നമ്മൾ നല്ല വൃത്തിയാക്കി അതിനുശേഷമാണ് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ കസ്റ്റമർക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നൈറ്റ് കുറച്ച് സമയം കൂടെ ഒരു 8-9 മണി വരെ കൂടെ നിന്നിട്ടുണ്ടെങ്കിലാണ് നമുക്കിന്ന് വർക്ക് തീർത്ത് നമുക്ക് വണ്ടി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ പിന്നെ നിലവിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 ആയപ്പോഴത്തേക്കും ഏകദേശം നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞു. അങ്ങനെ വണ്ടി ഓടിച്ച് നോക്കി അങ്ങനെ നമ്മളെ കസ്റ്റമർക്ക് നമ്മൾ കൈമാറി വണ്ടി.